ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൗനരാഗത്തിന്റെ അടുത്ത ആഴ്ചയിലെ കിടിലൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു കാരണം, സരയുവിൻ്റെ ആ ഒരു രീതി കാരണം താര ആ വീട് വിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് നമ്മുടെ താര പോയത്. ഇനി എനിക്ക് നിൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് കഴിയില്ല. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ മകളെയും കണ്ടു, എൻ്റെ കൊച്ചുമോളെയും കണ്ടു, അവരുടെ കൂടെ ജീവിക്കുകയും ചെയ്തു. പക്ഷേ കല്യാണിയെ കൊല്ലുന്ന കാര്യം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. നിന്നെ പോലെ തന്നെയാണ് ഞാൻ കല്യാണിയെയും കാണുന്നത്, എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെ. ആ കല്യാണിയെ ദ്രോഹിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്നങ്ങനെ എഴുതി വെച്ചിട്ടാണ് നമ്മുടെ താര പോയത്. ഇതെല്ലാം അറിഞ്ഞ സരയുനാണെങ്കിൽ ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. അവരെൻ്റെ അമ്മയല്ല, അവരെ എനിക്കിനി അമ്മയായിട്ട് കാണാനും പറ്റില്ല, എനിക്ക് നിങ്ങൾ മാത്രമാണ് അമ്മയെന്ന് താര ഈ ശാരിയുടെ മുന്നിൽ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശാരിക്ക് കുറേ ടെൻഷനായി. മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ താരക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന്. അവൾക്ക് ഒരിക്കലും കല്യാണിയെ ദ്രോഹിക്കാനായിട്ട് കഴിയില്ല. കല്യാണി അത്രയും മാത്രം താര സ്നേഹിക്കുന്നുണ്ട്. വേണ്ട, ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്. അവരെ അമ്മയാണെന്നും പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് വന്നതാണ്. അവർ ശരിക്കും എൻ്റെ അമ്മയല്ല, അവരെന്നെ പ്രസവിച്ച സ്ത്രീയല്ല. എനിക്കവരെ കാണേ വേണ്ട, അവരെങ്ങോട്ടെങ്കിലും പോട്ടെ. അവരെ കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. പക്ഷേ അതിന് എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഇനി അവരെ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇരിക്കാനും പോകുന്നില്ല. കല്യാണിയെ കൊല്ലണമെന്ന് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നടക്കും മോളെ. ഇനി അതിനൊക്കെ പോണം മോളെ, പോണം. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ കല്യാണിയെ കൊല്ലാൻ വേണ്ടി തന്നെയല്ലേ മുൻകൈയെടുത്തിറങ്ങിയത്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കണം. ഇതൊന്നും എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കിരണിനെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ കല്യാണി അവൾ ഇല്ലാതെയാകണം മോളെ. കല്യാണി മരിച്ചാൽ ഇനി കിരൺ നിന്നെ സ്വന്തമാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കിരൺ നിന്നെ കല്യാണം കഴിക്കില്ല. മിണ്ടി പോകരുത്. ശരി, ആയിക്കോട്ടെ, കിരൺ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കല്യാണിയെ കൊല്ലും. അതിനുശേഷം ഞാനാണ് കല്യാണിയെ കൊന്നതെന്ന് കിരണങ്ങോട്ട് അറിഞ്ഞോട്ടേന്നെ. എന്നിട്ട് കാട്ടിക്കൊണ്ടേ അവൻ എൻ്റെ അച്ഛനെ ഇട്ട് കൊടുത്തതുപോലെ എന്നെയും മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ. മൃഗങ്ങൾ മുഴുവൻ എന്നെ വലിച്ചു കീറട്ടെ. എന്നാലും കല്യാണി മരിച്ചെന്ന് അറിഞ്ഞതിന് ശേഷമേ എനിക്ക് എൻ്റെ മരണത്തിനോട്ട് സന്തോഷിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ഈ സരി ഇങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടാ ഈ ശാരിക്ക് ഭയങ്കരമായിട്ടും പേടിയാണ്. അപ്പോൾ ശാരി പറയാം, മോളെ വേണ്ട മോളെ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയില്ലടി. ദേ നിന്നെ ഓർത്തല്ല ഞാൻ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ചോദിച്ചപ്പോഴേക്ക് എന്നെ ഓർത്തെന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടേ. നിങ്ങളുടെ കൊച്ചുമോളുണ്ട്, അവളുടെ കാര്യത്തിലേക്ക് കുറച്ച് ഓർത്തോട്ടെ എനിക്ക് പേടിയൊന്നുമില്ല. അവൾ നല്ല പൊന്നു പോലെ നോക്കിക്കോളും. ആൻറ്റിയും മകളൊക്കെ ചേർന്ന് പൊന്നു പോലെ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പേടിയില്ല. പക്ഷേ എനിക്ക് അഭിനയം തുടർന്നേ മതിയാവുള്ളൂ, ആ കല്യാണിയെ അവസാനിപ്പിക്കുന്നത് വരെ എന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്നൊക്കെ പോവാണ്. ഈ ശാരിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, ഇനി എന്ത് ചെയ്യും, എന്ത് പറയുമെന്നോ അറിയാൻ പാടാത്തൊരു പ്രവൃത്തിയില്ല. അങ്ങനെ നമ്മുടെ താര പോയെന്നുള്ള വിവരം കല്യാണിയെയും കിരണിനെയും അറിയിക്കണമല്ലോ. അപ്പോൾ സരയു ആണെങ്കിൽ ആ ലെറ്ററെല്ലാം വലിച്ച് പറിച്ച് എല്ലാം കളഞ്ഞിട്ട് എല്ലാം ക്ലീനാക്കി ഒരു രീതിയില്ലാതൊരു സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ സരയു കല്യാണിയെ വിളിക്കുകയാണ്. കല്യാണി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ സരയു എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ കല്യാണി, അമ്മ ഇവിടെ നിന്ന് പോയെന്നോ? എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ കാണാനില്ല എന്ന് പറയുകയാണ്. കാണാനില്ലെന്നോ? ആൻറ്റി എങ്ങോട്ട് പോനാ? ആൻറ്റി എങ്ങോട്ടും പോവില്ല. നീ അവിടെ വല്ലയിടത്ത് നോക്ക് സരയു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം അവിടുത്തെ നോക്കിയിരുന്നു. അമ്മയെ ഇവിടെ എങ്ങും കാണാനില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ കല്യാണിക്ക് ആകെ പേടി തോന്നുക. അങ്ങനെ കല്യാണി പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് കിരണിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. കിരണേട്ടാ, ഇതേപോലെയാണ് കിരണേട്ടാ സംഭവിച്ചത്. താര ആൻറ്റിയെ കാണാനില്ലെന്നൊക്കെ പറയുന്നത്. താര ആൻറ്റി ഇനി അവിടെ നിന്ന് പോയോ? എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്തൊക്കെ വിഷമമുണ്ട്. പക്ഷെ ആൻറ്റി ഒരു കാര്യവും തുറന്നു പറയുന്നില്ലല്ലോ. നമുക്ക് ഏതായാലും ആ വീട് വരെ ഒന്ന് പോകണം കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ ആ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സരയു ആണെങ്കിൽ ഭയങ്കര അഭിനയം, കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ദേ താടിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ സരയുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ആകെ സങ്കടം തോന്നി. അങ്ങനെ നമ്മുടെ സരൻ്റെ അടുത്ത് പറയാണ്, സരയു എന്താ സംഭവിച്ചത്? ആൻറ്റി എവിടെ? ആൻറ്റിയോട് വല്ല കാര്യങ്ങളും ചോദിച്ചായിരുന്നു? ഇല്ലെന്നേ, ഞാൻ അമ്മയുടെ അരികിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയെന്ന് ഒരുപാട് നേരം വിളിച്ചു. പക്ഷേ അമ്മയുടെ ഒരു ഒച്ച അനക്കം ഒന്നും കേട്ടില്ല. എല്ലാ റൂമുകളും ബാത്റൂമും ഒക്കെ നോക്കി. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് അമ്മ ഇവിടുന്ന് പോയെന്ന്. അമ്മയുടെ
ഡ്രസ്സുകളും കാണാനില്ല എന്നും പറയാ. ഇത് കേട്ട കല്യാണി ആകെ പേടിച്ചു പോവുകയാണ്. ദൈവമേ, അപ്പോൾ ആൻറ്റിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ആൻറ്റി മനോവിഷമത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കിരണേട്ട ഒരു കാര്യം അറിയാം, ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും എനിക്ക് ജ്യൂസ് തരുമ്പോഴൊക്കെ അമ്മ ഇരുന്ന് കരയായിരുന്നു. സോറി, താരയാൻറ്റി ഇരുന്ന് ഇങ്ങനെ കരയായിരുന്നു. അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, എന്തിനാ താരയാൻറ്റി ഇങ്ങനെ കരയുന്നത്, ആൻറ്റിക്ക് എന്താണ് വിഷമം, എന്താണെങ്കിലും തുറന്നു പറഞ്ഞൂടെ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ആൻറ്റി തയ്യാറായില്ല. ആൻറ്റി ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ കിരണിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ കിരണ് മനസ്സിലായി കല്യാണി എന്തോ ആൻറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് കല്യാണി നിനക്ക് മെസ്സേജ് ഇട്ടത്. കല്യാണി മോളെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടത് അതിനുള്ള കാരണം തന്നെയാണ്. അപ്പോൾ സരയുവിനാകെ ദേഷ്യം നിൽക്കുകയാണ്. സരയു എന്നാലത് വല്ലാത്തൊരു കഷ്ടമായി പോലും. സരയു അമ്മയുടെ സ്നേഹം കിട്ടിയിട്ട് അധികം നാളായില്ല, അതിനു മുമ്പ് തന്നെ നിന്നെ വിട്ട് അമ്മ പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേ കിരണേ, എനിക്ക് ആ കാര്യം ഓർക്കുമ്പോഴേ ഏറ്റവും സങ്കടം. ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ട് പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ കരയുക. അപ്പോൾ കല്യാണിയാണെങ്കിൽ സരയുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് തലയിലൊന്ന് തലോടിയിട്ടുണ്ട്, ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ സരയുവിൻ്റെ മുഖഭാവം എന്ന് മാറുകയാണ്. അതേടി നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാടി അങ്ങനെ പറഞ്ഞത് കൊണ്ടാ എൻ്റെ തള്ള ഇവിടെ നിന്ന് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏതായാലും പോയതൊക്കെ പോയി, ഇനി നമ്മൾ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ നീ ഇവിടെ നിൽക്കേണ്ട സരയു, നീ വീട്ടിൽ വന്ന് നിൽക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ വന്ന് നിന്നാൽ ശരിയാവില്ല, ഞാനിവിടെ തന്നെ നിന്നോളാം, എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് ഇവരവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ സരയുവിന് അവിടെ നിൽക്കാനും ഇഷ്ടമല്ല. അങ്ങനെ കല്യാണിയും കിരണുമാണെങ്കിൽ CS-നോടും അതേപോലെ തന്നെ നമ്മുടെ രൂപയോടൊക്കെ പറഞ്ഞു. അപ്പോൾ CS-നും അത്ഭുതം തോന്നിയത് എന്താ എന്നോട് പോലും ഒന്നും പറയാതെ താര പോയത് എന്തിനാ, എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം. അച്ഛൻ വിളിച്ച് നോക്കിയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫാ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്ത് ചെയ്യാനാണ്, ഇനി ഒരു നിവൃത്തിയില്ലല്ലോ. താരക്കൊരു മെസ്സേജ് ഇട്ട് നോക്കി, ഒരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി താരയെ കണ്ടെത്താനായിട്ട് സാധിക്കോ അച്ഛാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മോനെ, ഏതായാലും അവൾ വഴക്കിട്ട് പോയതാണെങ്കിൽ അല്ലെങ്കിൽ മനോവിഷമത്തിൽ പോയതാണെങ്കിൽ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് വരും, എനിക്ക് പേടിയുണ്ടെന്ന് പറയണം അച്ഛാ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത്, ആൻറ്റി എവിടെയാണെങ്കിലും കണ്ടെത്തുക തന്നെ ചെയ്യണം. കാരണം പാവം ആൻറ്റിക്ക് ആരുമില്ല, ഈ മകളും കൊച്ചുമോളും അല്ലാതെ വേറെ ആരുമില്ല, ആൻറ്റി എങ്ങനെ ജീവിക്കും, ആൻറ്റിയെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എവിടെയാണെങ്കിലും കണ്ടെത്തണമെന്നും പറയുകയാണ്. ശരിയാ മോനെ, നീ എവിടെയാണെങ്കിലും താരയെ കണ്ടെത്തണം, അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും തന്നെയൊക്കെ ഉണ്ടാകും, ഉറപ്പായിട്ട് ഞാൻ കണ്ടെത്തും. അപ്പോൾ കല്യാണിക്ക് ഇത് വല്ലാത്തൊരു ഷോക്കായി പോയി. കല്യാണി അത്രയ്ക്കും ഈ താരയാൻറ്റിയെ ഒരുപാട് സ്നേഹിച്ചതാ, തൻ്റെ മകളെ പോലെ താരയാൻറ്റിയും കല്യാണിയെ സ്നേഹിച്ചതാ എന്നൊക്കെ കല്യാണിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ താരയാൻറ്റിയെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മുടെ കല്യാണിയും തയ്യാറല്ല. അങ്ങനെ ജയില് കാണിക്കുകയാണ്. അപ്പോൾ ജയിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ഓടി സന്തോഷത്തോടെ വന്നിട്ട് പ്രകാശിനോട് പറയാണ്, അങ്ങളെ എനിക്ക് പരോള് കിട്ടി, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ മോളെ കാണാലോ, ഇപ്പോൾ സരയിൻ്റെ സ്വഭാവം മാറിയല്ലോ, വളരെയേറെ സന്തോഷമുണ്ട്, എനിക്കിനി ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം, എന്നുള്ള വൈരാഗ്യമെല്ലാം സരയി അവസാനിപ്പിച്ചല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് ഒരുപാട് സന്തോഷം തോന്നുക. ഇറങ്ങടാ, പുറത്തേക്ക് ഇറങ്ങി എല്ലാവരോടൊത്ത് സന്തോഷത്തോടെ കുറച്ച് നാൾ ജീവിക്ക്, നീ നിൻ്റെ മകളെ ഒരുപാട് സ്നേഹിക്ക്, സന്തോഷത്തോടെ സ്നേഹിക്ക്, ഭാര്യയും അതേപോലെ നിനക്കൊരു കുടുംബജീവിതം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാവട്ടെ, സരയും നിന്നെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മക്കളെ സ്നേഹിക്കുമ്പോഴും അവർക്ക് ശിക്ഷണം കൊടുത്തു വേണം അവരെ സ്നേഹിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ വഷളായി പോകും, പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യവും അവർ അംഗീകരിച്ച് തരില്ല, അവർ നമ്മളെ തള്ളിക്കളയുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനോഹറിനോട് പറയണം. എനിക്കറിയാം അങ്കളെ, കാര്യങ്ങളെല്ലാം അറിയാം, അങ്കിൾക്കും വലിയൊരു അനുഭവം തന്നെ ഉണ്ടായിരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അങ്കളെ, അങ്കളുടെ മനസ്സിലുള്ള മനോവിഷമം. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ത്രില്ലിലാണ്, എനിക്ക് പുറത്തിറങ്ങാനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണല്ലോ, എൻ്റെ മോളെ എനിക്ക് നന്നായിട്ട് സ്നേഹിക്കാം, ഇവൾക്ക് വേണ്ടതുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മേടിച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ മനോഹർ പരോളിന് ഇറങ്ങുക. അപ്പോൾ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കിരണും കല്യാണിയൊക്കെ മനോഹറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മനോഹരോട് പറയാണ്, മനോഹറെ ഇനി നിനക്ക് എവിടെയും തങ്ങേണ്ട ആവശ്യമില്ല, വാടക വീടും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, സരയിൻ്റെ ഒപ്പം പോയിക്കോ, സരയു അവിടെ ഒറ്റക്ക, അപ്പോൾ സരയിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ കിരൺ സാറേ അതൊന്നും ശരിയാവില്ല,
സരയു എന്നോടൊരു ദേഷ്യം കാണിക്കുന്നില്ലെങ്കിലും പക്ഷേ എന്നൊരു ഭർത്താവായിട്ട് അവൾ അംഗീകരിച്ചിട്ടില്ല. എന്നെ അംഗീകരിക്കാൻ അവൾ തയ്യാറായിട്ടുമില്ല. ഞാനപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ല. ഒരു പ്രശ്നവുമില്ല, അത് ഞങ്ങൾ സരയുവിനോട് സംസാരിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കിരൺ സരയുവിനെ വിളിക്കുക. സരയുവിനെ വിളിച്ചിട്ട് സരയുവിനോട് പറയാണ്, സരയു ദേ മനോഹർ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട സരയുവിനാകെ കാലി വരികയാണ്. അപ്പോൾ ആണോ കിരണേ, വളരെയേറെ സന്തോഷമുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ജയിലിൽ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനോഹറിനെ കൊച്ചിനെ എടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യാലോ. അതേ സരയു, അത് വളരെയേറെ സന്തോഷമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം കൊച്ചിനെ ഇനി അവിടെ കൊണ്ട് നിർത്താമെന്ന് പറയാണ്. അതിനെന്താ കിരണേ, ആയിക്കോട്ടെ. അപ്പേ മനോഹർ അങ്ങോട്ട് വരുന്നുണ്ടേ, ഇനി പരോള് കഴിയുന്നവരെ അവിടെ താമസിക്കാനാണ് മനോഹറിനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് സരയുവാണെങ്കിൽ, കിരണേ അത് വേണോ, അത്രയ്ക്കും അങ്ങോട്ട് പോകണോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനോഹറിനോടുള്ള ദേഷ്യം മാറിയെങ്കിലും ഒന്നിച്ച് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. അതൊക്കെ ഉണ്ടാകും. അവിടെ താമസിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് കഴിയണ്ടെന്നേ. ഒരു അന്യനെ പോലെ മനോഹർ അവിടെ ജീവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ശരിയാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അപ്പം മനോഹരൻ അങ്ങോട്ട് പറഞ്ഞു വിടാം അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞു വിട്ടു കിരണേ എന്ന് മനസ്സോടു കൂടി തന്നെ അവിടെ സരയു പറയുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ മനോഹറിനോട് സംസാരിക്കുകയാണ്. മനോഹറെ, ഇനി ഏതായാലും സരയനോടൊപ്പം പോയി തന്നെ ജീവിച്ചോ, ഒരു കുഴപ്പവും. അവളതിന് സമ്മതിച്ചു. സത്യമാണോ കിരൺ സാറേ, അവളതിന് സമ്മതിച്ചോ? ഞാനവിടെ തങ്ങാനായിട്ട് സമ്മതിച്ചോ? തീർച്ചയായിട്ടും സമ്മതിച്ചു എന്ന് പറയണം. വളരെയേറെ സന്തോഷമായി. അങ്ങനെ കിരണും മനോഹറും അതേപോലെ തന്നെ കല്യാണിയും കൂടി സരയുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സരയുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അപ്പോൾ മനോഹറാണെങ്കിൽ സരയു ഇവർ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നത്. സരയുവിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പരോള് കഴിയുന്നവരെ ഞാനിവിടെ നിന്നോളാം. എനിക്കെൻ്റെ മോളെ കണ്ടാലും താലോലിച്ചാലൊക്കെ മതി, അതിനുവേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയണം. അതിനെന്താ മനോഹറെ, കിരണും കല്യാണിയും പറയുന്നതിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ മനോഹർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ സദ്യകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നവിടെ പറയുകയാണ്. അപ്പം ഇത് കേട്ട കിരണും കല്യാണിയാണെങ്കിൽ, കൊള്ളാലോ, നീയാൾ കൊള്ളാലോ സരയു, അപ്പം ഞങ്ങളും താമസിപ്പിക്കാനേ പറഞ്ഞോളൂ. അപ്പോൾ മനോഹറിന് വേണ്ടി സദ്യ വരെ ഉണ്ടാക്കാനായിട്ട് നീ തയ്യാറായല്ലേ? അപ്പോൾ മനസ്സൊക്കെ ശരിക്കൊന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് സരയു തലയും കുനിച്ചിങ്ങ് നിൽക്കുക. ഇനി എന്ത് വേണം മനോഹറെ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇറങ്ങി പോവാണ്. മനോഹറാണെങ്കിൽ വീണ്ടും അകത്തേക്കും കയറുകയാണ്. അപ്പോൾ സരയു അടുക്കളയിൽ ചെന്നിട്ട് ആകെ കാലി കൊണ്ടൊരു അവസ്ഥ നിൽക്കുക. പക്ഷേ കല്യാണിക്ക് കൊടുക്കാൻ വെച്ച ആ വിഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വിഷം മനോഹറിൻ്റെ ഭക്ഷണത്തിൽ അങ്ങോട്ട് കലക്കുകയാണ്. ഇതോടെ മനോഹറിൻ്റെ അവസാനമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ മനോഹറിനോട് കുറേ സംസാരിക്കുകയാണ് സരയു. അപ്പം മനോഹറും അതേപോലെ തന്നെ സരയു നിൻ്റെ സ്വഭാവം മാറിയതില്ല, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഇതാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നിന്നോട് എത്ര മാപ്പ് പറഞ്ഞാലും അതൊന്നും പോരാ, കാരണം അത്രയ്ക്കും വലിയ പാപങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിന്നെ കല്യാണം കഴിക്കുമ്പോഴും വേറെ പെണ്ണുങ്ങളായിട്ടൊക്കെ എനിക്ക് വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് പണത്തിന് വേണ്ടിയായിരുന്നു. പണം കയ്യിൽ കിട്ടിക്കഴിയുന്ന നേരത്തെ ഞാൻ അവരെ ഉപേക്ഷിക്കും. അതൊക്കെ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. വേണ്ട മനോഹറെ, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. ഇപ്പോൾ നീ ഇറങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ, ഇവിടെ താമസിക്കാൻ പരോള് കഴിയുമ്പോൾ പോവുകയും ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിന്നോടത്തുള്ളൊരു കുടുംബജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എനിക്കത് എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ സരയു പറയുകയാണ്. അങ്ങനെ ഏതായാലും ഭക്ഷണം കഴിക്കുക, ക്ഷീണിച്ച് ജയിലിലെ ഭക്ഷണമൊക്കെ ഒരുപാട് കഴിച്ചിട്ട് വന്നതല്ലേ, നല്ല ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനോഹറിന് ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ മനോഹറിനാണെങ്കിലും കണ്ണീരൊക്കെ വരികയാണ്. മനോഹർ സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം എല്ലാം കഴിച്ച് കൈയൊക്കെ കഴുകി വന്നു കഴിഞ്ഞപ്പോഴേക്കും മനോഹറിന് പെട്ടെന്നൊരു നെഞ്ചുവേദന. അപ്പോൾ സരയുനോട് പറയുന്നുണ്ട്, സരയു എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നല്ലോ സരയു എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാനൊന്നും കാരണമില്ല, അയ്യോ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈയും വെച്ച് തല കറങ്ങി ദേ സെറ്റിയിലേക്ക് വീഴാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മനോഹറിന് മനസ്സിലായി അവൾ വിഷം തന്ന. എടി നീ എന്താണ് ഭക്ഷണത്തിൽ കലക്കിയെന്ന് ചോദിക്കുകയാണ്. നിനക്ക് അറിയണല്ലേടാ, നീ എന്താ വിചാരിച്ചത് എൻ്റെ ഇപ്പോൾ സന്തോഷത്തോടെ സുഖമായിട്ട് കഴിയാമെന്നോ? ഒരിക്കലും ഇല്ലടാ, നിന്റെ ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തിയടാ എന്ന് പറയാണ്. അപ്പോഴേക്കും മനോഹർ സരയുവിൻ്റെ കൊരക്കിനെ ഏറി കൊത്തിപ്പിടിക്കാനായിട്ട് വരികയാണ്. അപ്പോഴേക്കും മനോഹറിനെ തള്ളി സെറ്റിയിലേക്ക് താഴെ അങ്ങോട്ട് ഇടുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ വിചാരിച്ചത്, നീ വന്നു കഴിയുമ്പോഴേക്കും 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കുന്നു? ഇല്ലടാ, ഒരിക്കലും ഇല്ല.
നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഒരുമ്പിട്ട് ഞാൻ ഇവിടെ നിന്നതും കിരണിനോട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ പറഞ്ഞതും. നീ എന്ത് വിചാരിച്ച് എൻ്റെ മോളെയും കെട്ടിപ്പിടിച്ച് എന്നോടത്ത് സുഖമായിട്ട് ഈ വീട്ടിൽ കഴിയാന്നല്ലേ? ഒരു നിമിഷം പോലും നിന്റെ ഒപ്പം എനിക്ക് കഴിയാനായിട്ട് കഴിയില്ലടാ മനോഹരെ. അതുകൊണ്ട് തന്നെയാണ് നിന്നെ കൊല്ലാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്. നീ ഇവിടെ കിടന്ന് പെടഞ്ഞ് എൻ്റെ കൺമുന്നിൽ നീ മരിക്കണം. അതേപോലെയുള്ള ദ്രോഹങ്ങളാണ് നീ എനിക്ക് വേണ്ടി ചെയ്തത്. പക്ഷേ നീ ഒരു കാര്യം കൂടി ആലോചിച്ചു. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കല്യാണിയെയും കൊല്ലാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാ. കല്യാണി എൻ്റെ മുന്നിൽ കിടന്ന് പെടഞ്ഞ് മരിക്കും. എൻ്റെ മനസ്സിൽ ആരാണെന്നറിയാവോ? കിരൺ. ഞാൻ കിരണിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. എൻ്റെ മുറച്ചെറുക്കണ കിരൺ. ആ കിരണിനെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പാട് പെടുന്നത്. അപ്പം നീയും മരിക്കണം, കല്യാണിയും മരിക്കണം. എന്നാലേ എനിക്ക് കിരണിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ എന്നൊക്കെ പറയാണ്. അപ്പം ഇതെല്ലാം കേട്ട മനോഹറിനാണെങ്കിലും ഭയങ്കര സങ്കടവും ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് മനോഹറിനോട്? അപ്പം സരയു സത്യങ്ങൾ മുഴുവനും പറഞ്ഞിരിക്കുകയാണ്. ഇനി മനോഹർ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിനോടും കല്യാണിയോടും ഇവളുടെ ദുഷ്ടത്തരം മുഴുവനും പറയും. അപ്പം അടുത്ത ആഴ്ച അറിയാം ഇനി എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.